നമസ്കാരം. ചരിത്രത്തിൽ ആദ്യമായി വിവാഹവേദിയാവാൻ ഒരുങ്ങുകയാണ് രാഷ്ട്രപതി ഭവൻ. ഇന്ത്യയുടെ അധികാര കേന്ദ്രത്തിൽ വെച്ച് വിവാഹിതയാവുന്നത് CRPF ഉദ്യോഗസ്ഥരാണ്. CRPF ഉദ്യോഗസ്ഥയായ പൂനം ഗുപ്തയാണ് CRPF അസിസ്റ്റന്റ് കമാൻഡന്റായ അവിനാഷ് കുമാറിനെ രാഷ്ട്രപതി ഭവനിൽ വെച്ച് വിവാഹം ചെയ്യാൻ ഒരുങ്ങുന്നത്. ഫെബ്രുവരി 12-നാണ് ഇരുവരുടെയും വിവാഹം നടക്കുക. നിലവിൽ രാഷ്ട്രപതി ഭവനിലെ സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥയാണ് പൂനം ഗുപ്ത. 74-ാം റിപ്പബ്ലിക് ദിന പരേഡിൽ വനിതാ സംഘത്തെ നയിച്ചതിന്റെ പേരിൽ രാജ്യശ്രദ്ധ നേടിയ വനിതാ ഉദ്യോഗസ്ഥയാണ് പൂനം. തൊഴിലിനോടുള്ള ആത്മാർത്ഥതയും കൃത്യനിഷ്ഠയും കണക്കിലെടുത്താണ് രാഷ്ട്രപതി ഭവനിൽ വെച്ച് വിവാഹിതരാകുവാൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു പൂനം ഗുപ്തയ്ക്ക് അനുമതി നൽകിയിട്ടുള്ളത്. രാഷ്ട്രപതി ഭവനിൽ വെച്ച് നടക്കുന്ന ആദ്യ വിവാഹമായിരിക്കും ഇത്. മധ്യപ്രദേശ് സ്വദേശിനിയാണ് പൂനം. ഗണിതശാസ്ത്രത്തിൽ ബിരുദധാരിയായ പൂനം ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദവും BEdും നേടിയിട്ടുണ്ട്. 2018-ലെ CAPF പരീക്ഷയിൽ 81-ാം റാങ്കോടെയാണ് പൂനം സേനയുടെ ഭാഗമായത്. ബീഹാറിൽ നക്സൽ ബാധിത മേഖലയിലടക്കം പൂനം സേവനം ചെയ്തിട്ടുണ്ട്. നിലവിൽ ജമ്മു കാശ്മീരിലാണ് പൂനത്തിന്റെ ഭാവി വരൻ സേവനം ചെയ്യുന്നത്. രാഷ്ട്രപതി ഭവനിലെ മദർ തെരേസ ക്രൗൺ കോംപ്ലക്സിലാവും ഇരുവരുടെയും വിവാഹം നടക്കുക. കർശന സുരക്ഷയിൽ ഉറ്റ ബന്ധുക്കൾ മാത്രമായിരിക്കും ചടങ്ങിൽ പങ്കെടുക്കുക. വസ്തുവിദ്യാ വൈദഗ്ധ്യത്തിന്റെ പേരിൽ ഏറെ പേരുകേട്ട നിർമ്മിതി കൂടിയാണ് രാഷ്ട്രപതി ഭവൻ. എഡ്വിൻ ലാൻസിയർ ലൂട്ടേഴ്സ് ആണ് രാഷ്ട്രപതി ഭവൻ ഡിസൈൻ ചെയ്തത്. 300 ഏക്കറിൽ 2 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ 4 നിലകളിലായി 340 മുറികളാണ് രാഷ്ട്രപതി ഭവനുള്ളത്. ലോകത്തിലെ രാഷ്ട്രപതിമാരുടെ വസതിയിൽ 2-ാം സ്ഥാനമാണ് രാഷ്ട്രപതി ഭവന് ഉള്ളത്. അതിമനോഹരമായ രാഷ്ട്രപതി ഭവന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. 29,000-ൽ പരം ജോലിക്കാർ ചേർന്നാണ് ഇന്ന് നാം കാണുന്ന രാഷ്ട്രപതി ഭവൻ നിർമ്മിച്ചിട്ടുള്ളത്. ദി സ്റ്റഡി എന്നറിയപ്പെടുന്ന പ്രസിഡന്റിന്റെ ഓഫീസിൽ മറ്റു രാജ്യത്തലവന്മാർ നൽകിയ സമ്മാനങ്ങൾ നിരനിരയായി വെച്ചിരിക്കുന്നത് കാണാം. സാധാരണയായി ഈ ഓഫീസിൽ ജോലികളും ചില കൂടിക്കാഴ്ചകളും നടക്കാറുണ്ടെങ്കിലും മറ്റു രാഷ്ട്ര തലവന്മാർ വരുമ്പോൾ ചർച്ചയ്ക്കും മറ്റുമായി മോർണിംഗ് റൂം എന്ന ആഡംബര മുറിയാണ് ഉപയോഗിക്കപ്പെടുക. വിദേശ രാജ്യ പ്രതിനിധികളുമായി ചർച്ച നടത്താനും അവർക്ക് അവാർഡ് ദാന ചടങ്ങുകളും ചില ആഘോഷ പരിപാടികളും സംഘടിപ്പിക്കുവാനും ദർബാർ ഹാൾ എന്ന അതിമനോഹരമായ ഹാളും രാഷ്ട്രപതി ഭവന്റെ പ്രത്യേകതകളിൽ ഒന്നാണ്. ഒരു കാലത്ത് സിംഹാസന മുറി എന്നാണ് ദർബാർ ഹാൾ അറിയപ്പെട്ടിരുന്നത്. ദർബാർ ഹാളിന്റെ അടുത്ത് തന്നെ ലിറ്റിൽ ദർബാർ ഹാൾ എന്ന പ്രസിഡൻഷ്യൽ ലൈബ്രറിയും ഉണ്ട്. അമൂല്യമായ ബ്രിട്ടീഷ് ഇന്ത്യൻ പുസ്തകങ്ങളുടെ വളരെ വലിയ ശേഖരമാണ് അവിടെയുള്ളത്. 2.5 കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന ഇടനാഴികളും രാഷ്ട്രപതി ഭവന്റെ പ്രത്യേകതകളാണ്. ഏകദേശം 60% പച്ചപ്പാണ് രാഷ്ട്രപതി ഭവനിൽ നമുക്ക് കാണാൻ സാധിക്കുക. 190 ഏക്കർ വരുന്ന പൂന്തോട്ടത്തിൽ അത്യപൂർവമായ ഔഷധ ചെടികളും പൂക്കളും ഉൾപ്പെടുന്നു. രാഷ്ട്രപതി ഭവൻ സാധാരണയായി രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിയായും വിദേശ രാഷ്ട്ര തലവന്മാർ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ താമസിക്കുന്ന സ്ഥലവുമായാണ് അറിയപ്പെടുന്നത്. എന്നാൽ ആദ്യമായി രാഷ്ട്രപതി ഭവൻ ഒരു വിവാഹത്തിന് വേദിയാകാൻ പോവുകയാണ്. രാഷ്ട്രപതി ഭവൻ ഈ കല്യാണത്തിനായി ഒരുങ്ങുന്ന വാർത്തയെക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. പൂനം ഗുപ്തയുടെ ജോലിയിലും ആത്മാർത്ഥതയിലും മതിപ്പ് തോന്നിയ രാഷ്ട്രപതി മുർമുവാണ് വിവാഹത്തിന് വേദിയൊരുക്കാൻ നിർദ്ദേശിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ.